ഹലോ ഗൈസ്, ഇന്നത്തെ അടുത്ത സിനിമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരതനാട്യം 2 അഥവാ മോഹിനിയാട്ടം. ഈ പടത്തിന്റെ കഥയും റിവ്യൂ ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമായി എടുത്തു പറയേണ്ടത് ഇത് ഷൈജു കുറുപ്പിന്റെ 150ാമത് ചിത്രമാണ്. നിങ്ങൾക്കുള്ളൊരു സർപ്രൈസ് ഒളിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ 150ാമത് ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡ് വരുന്നത്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി പടത്തിലേക്ക് വരാം. ഒരു തിയേറ്റർ ഫ്ലോപ്പിന് ശേഷം അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കി അത് വിജയിപ്പിക്കുക എന്ന് നമ്മൾ ആട് സീരീസിൽ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇവരിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആട് നമ്മൾ OTT-യിൽ കണ്ട് ഹിറ്റായതുപോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഭരതനാട്യവും OTT-യിൽ കണ്ടവർക്ക് പോസിറ്റീവ് അഭിപ്രായമായിരുന്നു. അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായത് തന്നെ. മലയാളത്തിന്റെ ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലറാണ് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ചിത്രം. ഫസ്റ്റ് പാർട്ട് ഭരതൻ നായരുടെ നാട്യങ്ങളും രണ്ടാമത്തെ ഭാര്യയെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കോംപ്ലിക്കേഷനും ഒക്കെ ആയിരുന്നു. അതൊരു ഫീൽ ഗുഡ് കോമഡി ഡ്രാമ ജോണറിലേക്ക് നമുക്കത് മാറ്റിവെക്കാം. പക്ഷേ ഇവിടേക്ക് വന്നാലോ ഒരു കോമഡി ത്രില്ലറിലേക്കുള്ള ഒരു ജോണർ ഷിഫ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തവണ ഭരതൻ നായരുടെ ഫുൾ ഫാമിലിയും ശ്രീകണ്ഠപുരത്തേക്ക് പോകുന്നതും അവിടെ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥാതന്തു. പിന്നെ ഈ ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിലൊരു മോഹിനിയുണ്ട്. അതും ഒരു സർപ്രൈസ് എലമെന്റായി നിൽക്കട്ടെ. ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ ആരാണെന്ന് ചോദിച്ചാൽ സംശയമില്ല, കലാരഞ്ജിനി തന്നെയാണ്. ആദ്യ ഭാഗത്തിൽ പുള്ളിക്കാരി കിടുവായിരുന്നുവെങ്കിൽ ഈ ഭാഗത്തിൽ പുള്ളിക്കാരി അതുക്കും മേലെയാണ്. സൈജി കുറുപ്പ് പതിവ് പോലെ ശശി എന്ന ക്യാരക്ടറിനെ ആ തനത് മാനറിസത്തോടെ അടിപൊളിയാക്കി. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഇൻട്രോ ഒക്കെ കാണുമ്പോൾ തന്നെ എന്താണ് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെയും ജഗദീഷിന്റെയും ഒക്കെ റോള്, അതായത് സ്ക്രീൻ ടൈം കുറച്ച് കുറവായിരുന്നു. അവർ രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ അത്രത്തോളം എൻഗേജ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറും നല്ല ഭംഗിയായി തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അടുത്തതായി പടത്തിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല പടത്തിൽ പിന്നെ റെഫറൻസുകളുടെ ഒരു അയ്യരുകളിയാണ്. പടത്തിൽ ദൃശ്യത്തിന്റെ ഒരു റെഫറൻസ് ഒക്കെ ഉണ്ട്. ലാലേട്ടന്റെ ഒരു റെഫറൻസ് കൊടുത്തതുകൊണ്ട് മമ്മൂക്കന്റെ ഒരു റെഫറൻസും ഇല്ലാതെ എങ്ങനെയാ? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടെയും അടുത്തെന്താണ് ഈ കഥയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് സാധാരണ പ്രേക്ഷകന് ഊഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അത് ഈ ചിത്രത്തിന്റെ ഒരു പോരായ്മയാണ്. ഈ സെയിം പാറ്റേൺ നമ്മൾ തമിഴിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും മലയാളത്തിൽ അത് നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാന കാര്യം, മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഇതിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ വാർത്തകൾ ന്യൂസ് ചാനലുകളിൽ വരാനുള്ള ചാൻസ് ഇവരുടെ ടീമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഈ ചിത്രം എന്തായാലും ഒരു ലൈം ലൈറ്റിൽ കുറച്ച് നാൾ നിൽക്കുമെന്ന് ഉറപ്പാണ്. പടം അതിഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ ഒരു തവണ കണ്ടിരിക്കുക. ഒരു ഡാർക്ക് ഹ്യൂമർ എൻജോയ് ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ട്രീറ്റ് തന്നെയാണിത്. ഇനി വേറൊരു സിനിമാ വിശേഷവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.